Welcome to our kitchen glow. Welcome to our kitchen glow. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള ചക്കയരി മെഴുക്ക് പുരട്ടിയാണ്. ഞാനൊരു 3/4 ഭാഗം ചക്കയരി ഞാനിത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുക. ചക്കക്കുരു വെന്ത് കിട്ടാൻ ഒരു 2 വിസിൽ മതി. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇടുക. നിങ്ങൾ ആവശ്യാനുസരണമുള്ള കടുക് ഇടാം. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ആഡ് ചെയ്യേണ്ടത്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 വെളുത്തുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി കീറിയ 2 പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതായിട്ട് ഒരു 5 കൊച്ചുള്ളിയും ഒരു മീഡിയം സൈസ് സവാളയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി വേണ്ടത് കേട്ടോ. 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കുക. ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു കൈപ്പിടിയിൽ 1/4 കൈപ്പിടി തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അത് 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ തേങ്ങയും തേങ്ങാപ്പാലും കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇപ്പം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.